ശുകസ്തുതി അഥവാ ശുകസാരസ്വതമന്ത്രം. ശ്രീശുക ഉവാച നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാനനിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യവാത്മനേ ഭൂയോ നമഃ സദ്വൃജിനച്ഛിദേ സദാം അസംഭവായാഖിലസത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാമനുമൃഗ്യദാശുഷേ നമോ നമസ്തേസ്തു ഋഷഭായ സാത്വതാം വിദൂരകാഷ്ഠായ മുഹുഃകുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസാ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. യത്കീർത്തനം യത്സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വിചക്ഷണായ ചരണോപസാദനാത് സംഗം വ്യുദസ്യോ ഭയതോന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്വിനോ മന്ത്രവിദഃ സുമംഗളാ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. കിരാതഹൂണാന്ത്രപുളിന്ദപുൽക്കസ ആഭീരഗംഗായവനാഖസാദയ യേനേ ച പാപായതുപാശ്രയാശ്രയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. സ ഏഷ ആത്മാത്മവതാമധീശ്വര ശ്രയീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യളീകൈരജശങ്കരാദിഭിः വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ശ്രിയപതിർയജ്ഞപതിപ്രജാപതിർ ധിയാംപതിർലോകപതിർധരാപതി പതിർഗതിശ്ചാന്തകവൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാംപതി. യദംഗ്രഭിദ്യാനസമാധിധൗതയാ ധിയാനുപശ്യന്തി ഹി തത്വമാത്മനഃ വദന്തി ചൈതത്കവയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വതാജസ്യ സതീ സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരഭൂത്കിലാസ്യത സമേ ഋഷീണാം ഋഷഭപ്രസീദതാം. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേദേയതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേധസേ പപുർജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം ഏതദേവാത്മഭൂരാജൻ നാരദായ വിപൃച്ഛതേ വേദഗർഭോഭ്യതാ സാക്ഷാത് യഥാഹ ഹരിരാത്മനഃ. ഇതിൻ്റെ സാരാംശം. ശുകബ്രഹ്മർഷി പറഞ്ഞ തത്വനിശ്ചയവാക്യങ്ങൾ സശ്രദ്ധം കേട്ട് ബുദ്ധിയെ വിഷ്ണുവിലുറപ്പിച്ച് ധ്യാനിച്ച് രാജ്യം, സമ്പത്ത്, ഭാര്യ, പുത്രന്മാർ എന്നിവയൊക്കെ എന്നേക്കുമായി ഉപേക്ഷിച്ച പരീക്ഷിത്ത് ശുകമുനിയോട് പറയുന്നു, ബ്രഹ്മർഷേ, അങ്ങയുടെ വാക്യം എൻ്റെ മനസ്സിലുള്ള ഇരുട്ടിനെ അകറ്റുന്നു. അച്യുതൻ സ്വമായയാൽ എങ്ങനെ വിശ്വങ്ങൾ സൃഷ്ടിക്കുന്നു
എങ്ങനെ സംരക്ഷിക്കുന്നു, ഏതു വിധത്തിൽ തൻ്റെ ലീലകൾ നടത്തുന്നു, ഇങ്ങനെയുള്ള സന്ദേഹങ്ങൾ തീർത്തു തരണം. ചോദ്യം കേട്ട് ശുകബ്രഹ്മർഷി ഭഗവാനെ സാരസ്വതം പാടി സ്തുതിച്ച് ശ്രീകൃഷ്ണനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് പറയുന്നു: വിശ്വം സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ലീലകൾക്കായി മൂർത്തിത്രയത്തെ സ്വീകരിച്ച് സർവഭൂതങ്ങളുടെയും അന്തർഭാഗത്ത് അന്തര്യാമിയായി കുടികൊള്ളുന്ന നാഥനെ ഞാനിതാ നമസ്കരിക്കുന്നു. കരുണാവാരിധേ ദുർജനദണ്ഡപാണേ പരമഗുരു, എൻ്റെ നമസ്കാരം. ആരുടെ കഥ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കൊക്കെ പാപമോചനം നൽകുന്ന ആ കീർത്തിധാമമേ, അങ്ങേക്ക് നമസ്കാരം. ആരുടെ പാദം ആശ്രയിക്കയാൽ പരാശ്രയം വിട്ട് പരബ്രഹ്മാത്മഭാവം അടയുമോ, ആ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. ദുഷ്ടന്മാർ ശിഷ്ടന്മാരോടുള്ള സംസർഗത്താൽ ശുദ്ധന്മാരാകുന്നത് ആരുടെ കരുണയാലാണോ, സർവശക്തനായ ആ മഹാപ്രഭുവിനെ സർവാത്മഭാവത്തോട് ഞാനിതാ നമസ്കരിക്കുന്നു. ബ്രഹ്മശങ്കരന്മാർക്ക് വിതർക്യാകൃതിയായി ധർമ്മമൂർത്തിയായി തപോമയനായി വിളങ്ങുന്ന മുകുന്ദന് നമസ്കാരം. ശ്രീപദേ സർവസജ്ജനപദേ പ്രജാപദേ ധീപദേ ജഗത്പദേ വൃഷ്ണ്യന്ധകാദി ഭക്തവൃന്ദത്തിൻ പ്രഭുവേ പ്രസാദിക്കേണമേ. യാതൊരുവൻ്റെ കഥകളെ കീർത്തിക്കുകയും ആ സ്വരൂപത്തെ സ്മരിക്കുകയും ആ മൂർത്തിയെ കാണുകയും അതിനെ വന്ദിക്കുകയും ആ ചരിത്രം കേൾക്കുകയും അതിനെ പൂജിക്കുകയും ചെയ്യുന്നതിനാൽ ലോകം കാലതാമസം കൂടാതെ ക്ഷണത്തിൽ പാപത്തിൽ നിന്ന് വേറിടുന്നുവോ, ഏറ്റവും മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനും അഭക്തന്മാർക്ക് എത്ര തന്നെ ശ്രമിച്ചാലും അറിവാൻ കഴിയാത്ത ദൂരത്തിലിരിക്കുന്നവനും സാദൃശ്യമോ അതിശയമോ ഇല്ലാത്ത വിധം അതിമഹിമയോടുകൂടിയ ഐശ്വര്യം നിമിത്തം സ്വരൂപമായ ബ്രഹ്മത്തിൽ എപ്പോഴും ആനന്ദിക്കുന്നവനുമായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. ഗംഗാതീരത്തിലെ സദസ്സിൽ നാരദാദികളോടൊപ്പം വ്യാസമഹർഷിയും ഉണ്ടായിരുന്നു. ശുകബ്രഹ്മർഷി തൻ്റെ ഗുരുവായ വ്യാസനെയും നമസ്കരിക്കുന്നു. ആരുടെ മുഖത്തിൽ നിന്ന് ജ്ഞാനാസവം ധാരാളമായി പാനം ചെയ്തോ, ആ മഹാതേജസ്വിയും ജ്ഞാനപൂർണനുമാകുന്ന ബാദരായണ മുനിക്ക് നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.